നമസ്കാരം. എന്തിനാണ് സ്വാമി മക്കൾ തലകുനിച്ചിരിക്കുന്ന അച്ഛൻ, എൻ്റെ മകൾ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്ന അമ്മ, എൻ്റെ മക്കൾ രക്ഷപ്പെടുമോ എന്ന് ചോദിക്കുന്ന മാതാപിതാക്കൾ, നമ്മൾ ജീവച്ഛവമായി ഇരുന്നു പോവുകയാണ്. ഇത്തരം ദുഃഖങ്ങൾ കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മുറിപ്പാടിത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ പ്രശ്നപരിഹാരങ്ങളെന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിഹാരങ്ങളില്ല. പരിഹാരങ്ങളുള്ളതിനല്ലേ ചെയ്യാൻ പറ്റൂ. ഇത് വിധിയാണ്. ആ വിധി മാറ്റാൻ ഞാൻ തലക്കാവേരി പോയി കുളിക്കാൻ പറയും. അവരോട് കൂടുതൽ പരിചരിച്ചൊന്നും കാര്യമില്ല. സർപ്പസംസ്കാര പൂജ കുക്കി സുബ്രഹ്മണ്യത്തിൽ കിട്ടുമെങ്കിൽ അത് ആയില്ലേ ദിവസം ചെയ്താൽ ഏറ്റവും നല്ലത്. ഭയം തീർക്കാൻ തിരുവണ്ണാമലയിൽ പോയിട്ട് നടക്കുക, സർപ്പമന്ത്രം ജപിക്കുക രാവിലെയും രാത്രിയും 8 തവണ. പൂർവികമായിട്ടുള്ള ശത്രുദോഷങ്ങളുണ്ടെങ്കിൽ കാന്തരൂർ ആശ്രമത്തിൽ വന്ന് ഉഗ്രപ്രത്യങ്കര ചെയ്യും. അതിന് പൈസ ചിലവാണ്. അവിടെ വരെ വരിക, അവിടെ വിറകും കിട്ടില്ല, പൂവും ഇല്ല, ഒന്നുമില്ല. എല്ലാം ലോറിയിൽ ഉൾപ്പെടെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയിട്ട് വരും. എക്സ്പെൻസീവാണ്. ദക്ഷിണയും പൂജയും ഒക്കെ ശരി തന്നെ, പക്ഷേ ഈ സാധനങ്ങൾ അവിടെ എത്തിക്കുക. ഒരു ഉഗ്രപ്രത്യങ്കര ഹോമം ചെയ്യാൻ 200 കിലോ വിറവെങ്കിലും വേണം. അപ്പം അത് ഇവിടുന്ന് കൊണ്ടുപോയി ആ പരിഹാരക്രിയകളൊക്കെ ചെയ്ത് ഒരു പരിധിവരെയൊക്കെ മാറ്റം വരാനുള്ള സാധ്യതകളുണ്ട്. സങ്കല്പിച്ച് ചെയ്യുക, സമർപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പലതിനും അതൊക്കെ ശത്രുദോഷമൊക്കെ തീരും. ശത്രുതാദോഷം, ശത്രുവല്ല, ശത്രുതാദോഷം തീർക്കാൻ പറ്റും. അതൊക്കെ ഉറപ്പാണ്. ധൂമാമതിയും ബഹളാമുഖിയും ചിന്നമസ്തയും ഒക്കെ ചെയ്യാം. അതൊക്കെ തന്നെ ഒരു സങ്കല്പങ്ങൾക്കനുസരിച്ച് അതൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്താൽ നമുക്ക് വിശ്വസിക്കാം. അല്ലാതെ ശത്രുസംഹാരം ചെയ്യാൻ പറ്റില്ല. ശത്രുസംഹാരം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ സംഹരിക്കാൻ, അത് കലിയുഗത്തിൽ ചെയ്യാൻ പാടില്ല. അവൻ എന്നോടുള്ള ശത്രുത നശിക്കട്ടെ സ്വാമി, ആ ശത്രു നശിക്കാനായി ഞാൻ പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥനയിലുള്ള പരിഹാരങ്ങൾ ഹോമിക്കാം. ശാന്തി കിട്ടാൻ ദുഃഖദുരിതങ്ങളും പൂർവികമായിട്ടുള്ളതും വന്നു ചേർന്നത് മുഴുവൻ ഹോമിച്ച് തീർക്കാം. ഒക്കെ ചെയ്യാം. ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാരണം, ഇന്നലെ വന്ന ഒരമ്മ, അമ്മയുടെ കൂടെ ഒരു മകൻ, നല്ല കുലീനയായ സ്ത്രീ, അവരെ കണ്ടാൽ വിധവയാണെന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭർത്താവുണ്ടോ എന്ന് ചോദിക്കാനും നിന്നില്ല. മകൻ നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ നമുക്ക് ഡിപ്രഷൻ ബാധിച്ച മനഃശാസ്ത്രജ്ഞന്മാർ മനസ്സിൻ്റെ നിഗൂഢതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മനസ്സിനെ ശാന്തിയാക്കാനുള്ള ഗുളിക കൊടുത്ത് മയക്കി വിഷാദ രോഗിയാക്കി മാറ്റുന്ന ശാസ്ത്രത്തിൻ്റെ മനോരോഗ ഡോക്ടർമാരൊക്കെ എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ കഴിയുന്നതും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് മരുന്ന് കൊടുക്കരുത്. കുട്ടിക്ക് പഠിത്തം കൊണ്ട് സംഘർഷം വരുന്നുണ്ടെങ്കിൽ, എനിക്ക് പഠിച്ച ഡോക്ടറും എഞ്ചിനീയറും ആക്കാൻ പറ്റില്ല, എൻ്റെ മാതാപിതാക്കൾ ഇല്ലാത്ത പണമുണ്ടാക്കിയാണ് എന്നെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ആ മാനസിക സംഘർഷങ്ങൾ കൊണ്ട് മനസ്സിൻ്റെ നില തെറ്റിപ്പോകുന്നു. അപ്പം മനസ്സിൻ്റെ നില തെറ്റി ഉറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ശരീരം ശുദ്ധിയാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിന് ശാന്തി കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അമ്മേ, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രഷറാണ്, നിങ്ങളുടെ പണം നഷ്ടപ്പെടും, ഞാൻ ഇങ്ങനെയാണെന്ന് പറയുന്ന മക്കളെയും കൊണ്ട് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ അവരങ്ങോട്ട് ഒരു മരുന്ന് എഴുതി കൊടുക്കും, ഒരു ഗുളിക. രാത്രി ഉറങ്ങാൻ റിലാക്സേഷൻ ഉള്ളതാണ്. എന്തൊരു റിലാക്സേഷനാണ്! ഗുളിക കഴിച്ചാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലെ 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുകളെ അങ്ങോട്ട് മയക്കും. കണ്ണിൻ്റെ പുറത്ത് കറുപ്പൊക്കെ വീണ് കണ്ണൊക്കെ കലങ്ങി നമ്മളിങ്ങനെ ഇരിക്കും. കഴിയുന്നതും ഈ ഗുളികകൾ മനോരോഗം ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞന്മാർ ഇവരങ്ങ് നിർത്തണമേ ഭഗവാനെ. ഈ പിള്ളേരെയൊക്കെ നിങ്ങൾ എന്തിനാണ് നശിപ്പിച്ച് കളയണേ? പിന്നെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എന്തിന് ഓരോ കുട്ടിക്ക്, നിങ്ങൾ സ്ഫടികം സിനിമ കണ്ടില്ലേ? ആ കുട്ടിയുടെ ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കൂ. ഒരു കുട്ടിയുടെ ടാലൻറ്റ്, ഇവൻ പഠിക്കാനാണോ, ഇവൻ കലാപരമായ കഴിവുള്ളവനാണോ, ഇവൻ ഏതിനാണ് ഇവൻ മിടുക്കൻ, അതിനെ പറ്റുമോ? പാരസെറ്റമോൾ എന്ന് എഴുതാൻ അറിഞ്ഞുകൂടാത്ത MBBS പഠിച്ച് വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് ഒരു ഡോക്ടർ പണിയും ചെയ്യാതെ ട്യൂട്ടറി കോളേജൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പറയുമ്പോൾ ഡോക്ടറൊക്കെ തന്നെ. അച്ഛനമ്മമാർക്ക് പണം ഉണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ അവരെ മെഡിസിന് വിടാം. കേരളം വിട്ട് ബാംഗ്ലൂരിലോ
എവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളുണ്ടല്ലോ, ബംഗാളിലും ബാംഗ്ലൂരിലും ഒക്കെ. ബാംഗ്ലൂരിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. കൊണ്ടുവന്ന് ചേർത്ത് പഠിപ്പിച്ച് ഡോക്ടറുടെ പേര് മാത്രമേ കാണുള്ളൂ, മനസ്സാക്ഷ്യം കാണൂല, മനസ്സും കാണൂല, മനസ്സാക്ഷിയും കാണൂല. അഹങ്കാരവും. കാരണം ഇഷ്ടംപോലെ പണമുണ്ടല്ലോ. മറ്റുള്ളവൻ്റെ മനസ്സിനെക്കുറിച്ച് അറിയാതിരിക്കുന്ന മനുഷ്യർ മറ്റുള്ളവൻ്റെ മനസ്സിനെക്കുറിച്ചും അറിയില്ല. അവർക്ക് പണമുണ്ട്, ഇഷ്ടംപോലെ പണമുള്ളത് കൊണ്ട് മറ്റൊന്നും പ്രശ്നമില്ല. സ്വത്തിനോടും പണത്തിനോടും ഭ്രമിച്ച് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള കുറേ ആൾക്കാർ, അവർ കൂടെ പഠിച്ച സഹപാഠികളെ പോലും കണ്ടാൽ പോലും വെറുപ്പാണ്. അവന് പണമില്ല, അവന് സൗന്ദര്യമില്ല, അവന് പണ്ടൊക്കെ കുറേ പണം ഉണ്ടായിരുന്നു, ഇപ്പോൾ അവനൊന്നുമില്ല, അതുകൊണ്ട് അവൻ്റെ സൗഹൃദവും വേണ്ട എന്ന് പറയുന്ന എത്രയോ പേർ. പണമുണ്ടാകുമെങ്കിൽ മാത്രം സ്നേഹിക്കുകയും ഇരിപ്പിടങ്ങളുള്ളവരെ മാത്രം സ്നേഹിക്കുകയും സമൂഹത്തിൽ വിലയുള്ളവരെ മാത്രം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അങ്ങനെ കുറേ മനുഷ്യർ. പക്ഷേ ഇതെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ തുല്യരാണ്. ഈ പണമെല്ലാം നീ അധ്വാനിച്ചുണ്ടാക്കിയതാണോ? ആണോ? അല്ല. നിൻ്റെ പൂർവികരിൽ നിന്ന് നിനക്ക് വന്നു ചേർന്ന പണം, നിനക്കില്ലാത്ത കഴിവുണ്ടാക്കി നിനക്ക് ബിരുദങ്ങൾ വാങ്ങിത്തന്ന പണം. ഞാൻ ഈ അടുത്ത കാലത്തൊരു സംഭവം കേട്ടു. ഒരാൾ, ഞാനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം പണത്തിൻ്റെ അഹങ്കാരം ധാരാളം ഉണ്ടായിരുന്നു. പണം മനസ്സാക്ഷി തൊട്ടു തീണ്ടിട്ടില്ല. 1 രൂപ നാണയം, 1 രൂപ ഒരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 1 രൂപ എഴുതുന്നത് തന്നെ പുള്ളിക്കൊണ്ട് നീ ഇത് കൊണ്ടുപോയി അനുഭവിക്കൂലടാ. ഏത് 10-30 ദിവസം, 1 മാസം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ട് മാത്രം നീ സമ്പന്നനായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ സമ്പന്നതയിൽ ഇങ്ങനെ ഞെറിഞ്ഞു തുള്ളി വെളുത്തു ചുമന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല, കോട്ടിട്ടിട്ടും കാര്യമില്ല, പണം ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ അവൻ ഗതികേട് കൊണ്ട് അവൻ്റെ കൂടെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ കോൺട്രാക്ടർമാർ കോടിക്കണക്കിനുണ്ട്, പണം കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പണം ഇവൻ ജോലി ചെയ്ത് കടമെടുത്ത് അവൻ കടമൊക്കെ മേടിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് ഇവൻ്റെ പണം കിട്ടിയാൽ അവൻ ആ പൈസ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ 50,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ 5,000 രൂപ കൊടുക്കും. ഇവർക്കെല്ലാം ക്രെഡിറ്റ് പിടിച്ചു. ഒരു കോൺട്രാക്ടറിനോട് പറഞ്ഞ കാര്യമാണ്. ഇവർ ഈ വലിയ ആൾക്കാരുടെ നിന്ന് പണമെടുത്ത് കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് അയാൾ ആ ബിസിനസ് ചെയ്ത് ബില്ലും കൊണ്ട് വരുമ്പോൾ അത് പിന്നെ തരാം, 2 ദിവസം കഴിയട്ടെ, കാരണം അവന് വർക്ക് വേണം, ജീവിതം കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നവരാണ്. അത്തരത്തിൽ മനസ്സാക്ഷിയില്ലാത്ത ഒരാളുടെ അവസാന കാലമാണ് ഞാൻ കണ്ടത്. പറയുമ്പോൾ വലിയ പാരമ്പര്യമൊക്കെ പറയും, ഭയങ്കര പണമൊക്കെ ഉണ്ട്, മറ്റുള്ളവർക്ക് പണം കൊടുക്കുമ്പോൾ ആ പണം വന്ന് കുടുംബത്തിലോട്ട് ചേരുമ്പോൾ ഞാൻ പറയാം, നമുക്കിപ്പോൾ വിശന്നു, നമുക്ക് വിശപ്പ്, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആ ഭക്ഷണം നമ്മുടെ ഉദരം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. വിശപ്പുള്ളവൻ, ആ വിശപ്പിൻ്റെ വിളിയുള്ളവനുണ്ട്, വിശപ്പിൻ്റെ ഒരു വിളിയുണ്ട്. അവൻ ആ വയറ് നിറയ്ക്കാൻ പെടുന്ന ഒരു പാടുണ്ട്. കാരണം ഇവന് നിറയും, കാരണം ഇവൻ്റെ പൂർവികരിങ്ങനെ നിറച്ച് വെച്ചേക്കുവാണ്, നിറയ്ക്കാനുള്ളത് കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അടുത്ത തലമുറയിലുണ്ടാകുമ്പോൾ അപകട മരണങ്ങൾ ഉണ്ടാകുക, മാനസിക നില തെറ്റുക, ബോധമില്ലാതാകുക, ബോധമില്ലാതെ ഇറങ്ങി നടക്കുക. ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലുള്ള ഒരാൾ ബോധമില്ലാതെ ഇതിങ്ങനെ നോക്കിപ്പോന്നു. അപ്പം ഞാൻ പോയി എനിക്ക് മനസ്സിലായി, എന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഒന്ന് ആലോചിക്കണം. ഞാൻ ചോദിച്ചത്, കമ്പാർട്ട്മെൻറ്റ് ഇതേത് ട്രെയിനാണ്, ഇത് കമ്പാർട്ട്മെൻ്റ് അല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഒരു കാലത്ത് അയാൾ വളരെ നികൃഷ്ടമായിട്ട് തൻ്റെ കീഴ് ജീവനക്കാരോട് പെരുമാറിയ ഒരാളാണ്. വളരെ നികൃഷ്ടമായിട്ട് ക്രൂരതയോടുകൂടി മനുഷ്യരോട് പെരുമാറിയ ആളാണ്. ഞാനിപ്പോൾ ഈശ്വര എന്ന് വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് ആൾക്കാരിൽ നിന്ന് കടവിടവൊക്കെ മേടിച്ച് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പൈസയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ തരില്ല. അത് ആനന്ദകരമാണ്. ഇപ്പോൾ ഇതേ ഉള്ളൂ, ഇത് കുറച്ച് കഴിയട്ടെ, പിന്നെ ആവട്ടെ, ഇപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളൂ. അങ്ങനെ പറഞ്ഞ ഒരാളുടെ ദുരന്തമാണ് ഞാൻ മുമ്പിൽ കാണുന്നത്. ദുരന്തം മുമ്പിൽ കാണുകയാണ്. ഏത് കമ്പാർട്ട്മെൻറ്റെന്ന് അറിഞ്ഞുകൂടാ, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ. അത്രയും മാനസിക അടുപ്പുണ്ടായിരുന്ന ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഞാൻ ദൈവമേ എന്ന് വിളിച്ചുപോയി. ഞാനൊരു ഭാസ്കരൻ മാമൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പണം ഒരുപാട് ശേഖരിച്ച് മനുഷ്യത്വം ഇല്ലാതെ ജീവിച്ച ഭാസ്കരൻ മാമൻ്റെ കഥ. അതേപോലെ ഞാൻ ഈ വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ മുമ്പിൽ കണ്ട ഒരു മനുഷ്യനാണ്, മനസ്സാക്ഷിയില്ലാത്ത മനുഷ്യർ. ആ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നതില്ലേ? തിരുവനന്തപുരത്ത് പ്രഗത്ഭമായ ഒരു വിദ്യാഭ്യാസ മന്ദിരം ഉണ്ടായിരുന്നു.
2 സുഹൃത്തുക്കൾ നാട്ടിൻപുറത്തു നിന്ന് വന്നിട്ടാണ് അവർ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങിയത്. അതിൽ 2 പേരും ഒരു ഗ്രാമത്തിൽ നിന്ന് ചെറിയ ട്യൂട്ടറി കോളേജ് ഉണ്ടായിരുന്നിട്ട് തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്ന് ഒരു കോളേജ് തുടങ്ങി, ട്യൂട്ടർ കോളേജ് തുടങ്ങി. അന്നത്തെ കാലത്ത്, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വളരെ പ്രഗത്ഭമായിട്ട് ജീവിച്ചു. ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പണം ഉണ്ടാക്കി. പണം കൊണ്ട് കുമിഞ്ഞു മൂടി. അപ്പോൾ എന്താണ്, ഈ പണം വന്നു കഴിയുമ്പോൾ 2 സുഹൃത്തുക്കൾ തമ്മിൽ അകലമുണ്ടായി. 2 പേർക്കും കുടുംബം ഉണ്ടായി. അവരുടെ മക്കൾ വളർന്നു വരുന്നു. മക്കൾക്ക് വ്യാവസായിക താല്പര്യമുണ്ട്. ഇവരുണ്ടാക്കി ഇഷ്ടം പോലെ സ്വത്തുണ്ട്. പക്ഷേ ദൈവം എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. എവിടെയാണ് ഇവിടുത്തെ പാളിച്ച? നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് പോലും നമുക്കൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. എന്നാലും ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള അവരുടെയൊക്കെ അവസാന കാലമാണ്. ദൈവം വിളിച്ചാൽ മാത്രമേ മനുഷ്യന് പോകാൻ കഴിയുള്ളൂ. ദൈവം വിളിക്കണം. മരണത്തെ സ്വയം തിരഞ്ഞെടുക്കാൻ കഴിയില്ല. ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഉറക്കത്തിലെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ മനസ്സാക്ഷി എന്ന് പറയുന്നൊരു സാധനത്തെക്കുറിച്ച്, നമുക്ക് തെറ്റും അബദ്ധങ്ങളൊക്കെ പറ്റും, നമ്മളെ തിരിച്ചറിയണം. തെറ്റ് പറ്റും, അബദ്ധങ്ങൾ പറ്റും, ആഗ്രഹങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങളിൽപ്പെട്ട് നമുക്ക് സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ മരണമില്ലാതെ കിടക്കുന്നവനാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കുക, ഡോക്ടർമാർ വരിക, മൂക്കിലും കാലിലും കയ്യിലും കുഴലും ഒക്കെ ഇട്ട് ഇങ്ങനെ കിടത്തിയേക്കും. നമ്മളെ സ്വത്തുക്കൾ തട്ടിയെടുക്കുക, നമ്മളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് തട്ടിയെടുക്കുക, എന്നിട്ട് പുറങ്കാല് കൊണ്ട് അടിക്കുക. ആരെ പോറ്റാനാണോ നമ്മൾ ജീവിച്ചത് അവരെക്കുറിച്ച് തന്നെ ഭൂമിയിൽ ചവിട്ടിത്താഴ്ത്തുന്ന, ഭൂമി പിളർന്ന് ഭൂമിക്കടിയിലേക്ക് പോകുന്നില്ലല്ലോ ദൈവമേ എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക. ഒരുപാട് കഷ്ടമാണ്, ഒരുപാട്. ഞാൻ മനസ്സ് മടുത്തു പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വിളിച്ചു പറയുന്നു, ഒരാൾക്കെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകണം. ഒരാളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു, അവളെ ഭർത്താവുമായിട്ട് മാറി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളിൽ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ മനസാക്ഷിയുള്ളവളാണ്. ഒരുപാട് സമ്പത്തൊന്നുമില്ല, അവളൊരു ചെറിയ ജോലി കൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പോൾ വേറൊരുത്ത ഇങ്ങനെ കടന്നു വന്നു, അവളുടെ ദുർബല വികാരങ്ങൾ ചൂഷണം ചെയ്യും. ഒരിക്കലും അവളൊരു മോശപ്പെട്ട പെൺകുട്ടിയല്ല. അപ്പോൾ ഒരു സൗഹൃദം, ഒരാളുമായിട്ട് സംസാരിക്കാം, കാര്യങ്ങൾ മനസ്സ് തുറന്ന് പറയാം. അപ്പം മറ്റേ ആളത് ചൂഷണം ചെയ്യും. അവൻ്റെ ചൂഷണമാണ്. ആ ചൂഷണത്തിന് വിധേയായി. അത്തരത്തിൽ നല്ല മനസ്സുള്ള ആ കുട്ടി അവസാനം തിരിച്ചറിഞ്ഞു. കാരണം ഇത് ചൂഷണമാണ്, തിരിച്ചറിഞ്ഞു, വിട്ടുപോവുക ചെയ്തത്. അപ്പോൾ അങ്ങനെ വിട്ടുപോകുമ്പോൾ ഈ ചൂഷണം ചെയ്യപ്പെട്ട ആളിൻ്റെ ഒരു മറ്റാൾക്ക് ആ പെൺകുട്ടി ശപിക്കുമൊന്നുമില്ല ആരെയും. അത് അവളെ തിരഞ്ഞെടുത്തു. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഞാനൊരാളെ വിശ്വസിച്ചു. ആ വിശ്വസിക്കുന്നവൻ എൻ്റെ സൗഹൃദത്തെ നന്നായിട്ട് പെരുമാറിയില്ല. അവൻ എന്നെ സാമ്പത്തിക ചൂഷണം ചെയ്തു. എനിക്ക് പണമില്ലേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ സ്വാമി, അവന് തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ അവൻ തിരിച്ചു തരട്ടെ എന്ന് പറയുന്ന നല്ല മനസ്സുള്ള ഒരു കുട്ടി. ഞാൻ വളരെ കുറച്ച് അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ. നല്ല സൗഹൃദങ്ങളിൽ പെട്ടതാണ്. ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ. നമ്മളെന്തിനാണ് നമുക്ക് കഴിവില്ലാത്ത, നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ പറ്റുന്ന ഊർജം ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കള്ളം പറഞ്ഞും ഇല്ലാത്തത് പറഞ്ഞും പ്രലോഭിപ്പിച്ചുമൊക്കെ മറ്റുള്ളവരുടെ അധ്വാനത്തെ തട്ടിയെടുത്ത് ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത്? അവിടെയൊക്കെ നമ്മൾ നിശ്ചലയും നിശബ്ദനായിട്ടിരിക്കാനും, നിശബ്ദമായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാനേ പറ്റൂ, കേട്ടുകൊണ്ടിരിക്കാൻ കുറേ നേരം. അല്ല, നമുക്കൊന്നിനും പറ്റൂല. ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ വീട്ടിൽ എന്നെയും ടീച്ചറെ സഹായിക്കുന്ന ബിന്ദുവിൻ്റെ മകൻ, അവൻ എഞ്ചിനീയറിംഗ് അവന് കാര്യവട്ടത്ത് ജോലി പഠിക്കാൻ വിട്ടതാണ്. അവൻ നല്ല പോലെ പഠിക്കുമായിരുന്നു. അവനെ പഠിക്കാൻ വിട്ടിട്ട് അവൻ പകുതി വിട്ട് പഠിത്തം നിർത്തി. പഠിക്കില്ല. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പഠിക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അവനൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നു. അവൾക്ക് 21 വയസ്സ്, അവന് 23 വയസ്സാണ്, 24 വയസ്സേ ഉള്ളൂ. ഇന്ന് രാവിലെ 2 രൂപ എൻ്റെ അടുത്ത് വന്നിരുന്നു. അവന് ജോലിയില്ല, അവൾക്ക് പഠിക്കാൻ പോകാനും വയ്യ. എന്ത് ജീവിതം കണ്ടിട്ടാണ് അവർ? ആ പെൺകുട്ടിയുടെ ഒരു ജീവിതം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എന്ത് കണ്ടുകൊണ്ടാണ് ഇവനോട് ഇറങ്ങി വന്നത്? ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി, എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ചോദിച്ചു, കുഞ്ഞെ നീ എന്തിനാണ് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നത്? അവനും ഒന്നും മിണ്ടൂല, അവന് ജോലി ചെയ്യാൻ വയ്യ. എന്ത് കാര്യമാണ്? ഞാൻ പറഞ്ഞു, നീ പാസ്പോർട്ടോ വിസ എന്തെങ്കിലും നീ എടുക്കാൻ പറ്റൂല, അവനെന്താ കേസൊക്കെ ഉണ്ട്, അപ്പോൾ അതും കിട്ടൂല. ആ അമ്മ നിന്ന് കരയുന്നത് ഞാൻ കണ്ടു. ഇങ്ങനെ ഇവരൊക്കെ എന്ത് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള മക്കൾ വന്ന് ജനിക്കുന്നത്? എന്തിനാ സ്വാമി മക്കൾ? എന്നെ ചൊല്ലി വിളിക്കും, സ്വാമി മക്കളില്ല, ഭാഗ്യവാന്മാർ എന്ന് ഞാൻ പറയും. അപ്പോൾ അപ്പുറത്ത് അതെന്താ സ്വാമി അങ്ങനെ പറഞ്ഞത്? മക്കളുണ്ടായാൽ പോരാ, നല്ല മക്കളുണ്ടാകണം. അച്ഛൻ്റെ അമ്മയുടെയും മനസ്സ് തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങൾ ജനിക്കണം.
ഇല്ലെങ്കിൽ പറയുന്ന പോലെയൊക്കെ ആവും. ഞാൻ ആലോചിക്കാം, ഞാനൊരിക്കൽ ഈ കുട്ടിയെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. അവളെ അച്ഛൻ ഇപ്പോഴും വിളിക്കുമെന്ന് അവളെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആര് വിളിക്കും, അച്ഛൻ എന്നെ വിളിക്കും. ആലോചിക്കും, ഒരു അച്ഛൻ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നു. അവൾ 21 വയസ്സുള്ളപ്പോൾ അവനെ ഒരുത്തനെ കണ്ടു, ഇറങ്ങിപ്പോയി. അവന് ജോലിയുണ്ടോ, അവന് വിദ്യാഭ്യാസമുണ്ടോ, അവൻ്റെ സ്വഭാവം എങ്ങനെ, ഇത് വല്ലതും അറിയൂ? ഒന്നും അറിഞ്ഞൂടാ. അപ്പം തോന്നിയ ഒരു ആകർഷണത്തിൽ ഇറങ്ങി വന്നു. ഞാൻ ചോദിച്ചു, നീ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുമോ? ഇല്ല. നിൻ്റെ അച്ഛൻ നിന്നെ വിളിക്കൂ? ഇല്ല. ഉടൻ ബിന്ദുവൻ പറയുന്നു, അവനെ പോയാൽ അങ്ങോട്ട് പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല സ്വാമി, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്ത് കാരണങ്ങൾ ഉണ്ട്? അപ്പോൾ ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഒരു പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ അവളെ അത്രയും നാൾ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെക്കുറിച്ച് അവരൊന്ന് ചിന്തിക്കണ്ടേ? പിന്നെ ഇവനെ സ്വീകരിക്കുമ്പോൾ ഇവക്ക് നാളെ ഇവളെ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്, ഇവളെ എനിക്കൊന്ന് പഠിപ്പിക്കാൻ കഴിയണ്ടേ, എനിക്ക് അധ്വാനിക്കാൻ പറ്റണ്ടേ? അവളുടെ ഏറ്റവും വലിയ വിഷമം ഇവൻ രാത്രി ആയാലേ വരുള്ളൂ, കൂട്ടുകാരുടെ അടുത്ത് സൗഹൃദം പോകും. ഞാൻ നീ എവിടെ പോകണം? ഞാൻ ക്യാരംസ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ എത്ര ഉത്തരവാദിത്വമാണുള്ളത്? ഞാൻ ക്ലബ്ബിൽ പോയി ക്യാരംസ് കളിക്കുവാണ്. ഈ പോയിട്ട് രാത്രി 2 മണി വരെ ക്ലബ്ബിൽ ഈ കുട്ടി പറയുവാണ്, ഞാൻ ഒറ്റയ്ക്ക് ഉറങ്ങാതിരിക്കും, എനിക്കും ഇല്ലേ സ്വാമി സ്വപ്നങ്ങൾ. ഞാൻ നിശബ്ദം. ഇന്ന് രാവിലത്തെ സംഭവമാണ്. ഞാൻ നിശ്ചലമായി നിന്നുപോയി. എനിക്കില്ലേ സ്വാമി സ്വപ്നങ്ങൾ? ഞാൻ വീണ്ടും കൂടെ വന്ന് വീണ്ടും കൂടെ ജീവിക്കാനല്ലേ? ആ സ്വപ്നങ്ങൾ ഞാൻ ആരോട് പറയും സ്വാമി? ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ പെൺകുട്ടികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ പേരോടുകൂടി ഞാൻ പറയുന്നത്. ഞാൻ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഞാൻ അവനോട് ചോദിച്ചാൽ നീ അവൾ പറയുന്ന കേട്ടില്ലേ? അവനിങ്ങനെ ഇരിപ്പുണ്ട്. അവന് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ. അതാരോടെന്നറിയണ്ടേ? അവനോട് തന്നെ. അവന് വേറെ ആരോടും സ്നേഹമില്ല. കരയുന്ന അവൻ്റെ അമ്മയോടില്ല, അവനെ പഠിപ്പിക്കാൻ വിട്ട അവൻ്റെ അച്ഛനോടില്ല, ശശിയോടില്ല. അവൻ വിശ്വസിച്ച് വിളിച്ചുകൊണ്ട് വന്ന സ്നേഹം അവൾ പറഞ്ഞെന്ന്, അവൻ എൻ്റെ ഹൃദയത്തിലാണ് ഇരിക്കണമെന്ന് ഇവൾ പറഞ്ഞെന്ന് ഒരു ദിവസം ബിന്ദു എന്നോട് പറഞ്ഞു. അവനോടും ഇല്ല, ആരോടും അവന് സ്നേഹമില്ല. ഞാൻ ചോദിച്ചു, ഞാൻ അവനെ കാന്തല്ലൂർ റിസോർട്ട് ജോബിക്കാരുടെ റിസോർട്ടിൽ കൊണ്ടാക്കി. അവൻ 4ാമത്തെ ദിവസം കഴിഞ്ഞ് പോന്നു. ഇതിൻ്റെ ആരുടെ പാപ ഫലമാണ്? ആ പെൺകുട്ടി ഇറങ്ങി വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ കരയുന്ന അവൻ്റെ അമ്മ വിളിക്കില്ല എന്ന് പറഞ്ഞു. ആ അമ്മയുടെ നൊന്ത് പ്രസവിച്ച അമ്മയുടെ ദുഃഖം നമ്മളൊന്ന് ഓർത്തു നോക്കൂ. അച്ഛൻ വിളിക്കും, പാവ അച്ഛൻ. അവളൊന്നും അറിഞ്ഞൂടാ. 21 വയസ്സ്, ജീവിതം എന്താണെന്ന് കണ്ടിട്ടില്ല. അച്ഛനും അമ്മയും ലാലിച്ച് വളർത്തിയ ഒരു മകള്. എനിക്ക് സ്വപ്നങ്ങളില്ലേ സ്വാമി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഓരോ പെൺകുട്ടികൾക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരു കാലമുണ്ട്. ആ യാഥാർത്ഥ്യമാകുന്ന കാലം നമ്മൾ തിരിച്ചറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അമിതമായ ഭ്രമം കൊണ്ട്, ആകർഷണം കൊണ്ട് നമ്മൾ ഏതെങ്കിലും എതിർലിംഗത്തിൽപ്പെട്ടവരോട് ജീവിക്കാൻ ആഗ്രഹിച്ചിറങ്ങിപ്പോയാൽ ഈ പറയുന്ന പോലെ ആ സ്വപ്നങ്ങൾ എവിടെയെന്ന് സ്വയം, എൻ്റെ സ്വപ്നങ്ങളെ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി നിൽക്കേണ്ടി വരും. ജീവിതം എന്ന് പറയുന്നത് അതികഠിനമാണ്. ശാന്തമാകാത്ത കടലാണ്, അലറുന്ന കടലാണ്, ഇരുൾ വീണ കടലാണ്, തിമിംഗലങ്ങളും തിരമാലകളുമുള്ള കടലാണ്, ആർത്തിരമ്പി അലറി വിളിക്കുന്ന കടലാണ്. അതാണ് ജീവിതം. ആത്മീയതയിൽ പോലും ശാന്തതയില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടി ചെല്ലുമ്പോൾ ഭൗതികത കാണും. എല്ലാത്തിലും ഉണ്ട് അതിൻ്റെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞോളൂ. അതുപോലെ എത്രയോ പേർ. ഇന്നലൊരു അച്ഛൻ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ആ കണ്ണീരൊക്കെ എനിക്ക് താങ്ങാൻ പറ്റൂല. മകൻ, എല്ലാ പ്രതീക്ഷയും സ്വപ്നങ്ങളുമുള്ള മകൻ, ആ മകന് പഠിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ എന്താണെന്ന്. ഞാൻ അച്ഛനോട് പുറത്തോട്ടിരിക്കാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ അമ്മയോടാണെങ്കിലും പുറത്തോട്ടിറങ്ങാൻ പറയും. എനിക്ക് മനസ്സിലാകും. നിങ്ങൾ ചെറുപ്പക്കാരെ, നിങ്ങൾ നിങ്ങളുടെ നല്ല മനസ്സ്, നിങ്ങളുടെ ഊർജം, നല്ല ശരീരം, നല്ല ബുദ്ധി, നല്ല കോശങ്ങൾ ഇതിനെ നശിപ്പിക്കാതിരിക്കൂ. എന്താണ് മദ്യവും മയക്കുമരുന്നൊക്കെ നിങ്ങൾക്ക് തരുന്നത്? മരവിപ്പല്ലാതെ തരുന്നത് എന്താണ്? ജഡാവസ്ഥയാണ് നിങ്ങൾക്ക് തരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ജഡാവസ്ഥയിലാകുക. വേറെ ഏതോ സ്വപ്ന ലോകത്തുകൂടി ജീവിക്കുക. ജനമ്പോടിലൂടെ ലഹരി ഇങ്ങനെ പതഞ്ഞു പൊങ്ങുക. ആണായാലും പെണ്ണായാലും ഒക്കെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പെൺകുട്ടി ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിരുന്നു. ഞാൻ ചോദിച്ചു, ലഹരി വല്ലതും ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. എന്തൊക്കെ ഉപയോഗിക്കും? എന്തൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എന്ത് തോന്നും?
ഉപയോഗിക്കപ്പെടുന്ന സമയത്ത് ചുറ്റുമുള്ള എതിർലിംഗത്തിൽപ്പെട്ട പുരുഷന്മാർ എന്തൊക്കെ എന്തിനെയൊക്കെ അവൾ നേരിടേണ്ടി വരും. അങ്ങനെ അവൾ അറിയാതെ അവളുടെ ഉദരത്തിൽ വളർന്ന ഒരു കുഞ്ഞുമായിട്ട് ഒരു എൻ്റെ അടുത്ത് വന്നിരുന്നു. സ്വാമി, ഞാൻ ഈ കുട്ടിയെ വളർത്തണോ വേണ്ടേ? ഞാൻ ചെന്തേ അങ്ങനെ കുഞ്ഞ് ജനിച്ചു പോയി, ഇനി കളയാൻ മടിയാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ നേരത്തെ ഉപേക്ഷിച്ചു പോയി. അപ്പോൾ ഇതാരാണ്? എനിക്ക് 2-3 പേരോടെ ഇഷ്ടമുണ്ടായിരുന്നു. ഇതാരുടെയാണ്? അതറിയില്ല. ഇത്ര ലാഘവത്തോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടികളെ നിങ്ങളുടെ മുമ്പിൽ ഞാനിങ്ങനെ മരവിച്ച് നിൽക്കുകയാണ് തൊഴുത്. ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകിപ്പോകുന്ന ആ മാസ്മരികതയുള്ള വീര്യമുള്ള നിങ്ങളുടെ ശരീരത്തെ ജീവനോടെ ജീർണിപ്പിക്കുന്ന ഈ മയക്കുമരുന്ന്, മദ്യം പിന്നെയും പോട്ടെ, തലച്ചോറിൽ കുറേ നേരം പിടുത്തമുണ്ടാവും, പിന്നെ ഉദരം നശിക്കും. പക്ഷേ ഈ മാരകമായ മയക്കുമരുന്നിനെതിരെ പോരാടാൻ ഇവിടെ ഗവൺമെൻറ്റിൽ എൻ്റെ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ, എന്തിനാ സ്വാമി നമ്മൾ പോകുന്നത്? ഒക്കെ തന്നും കുടിക്കുകയൊക്കെ ചാവട്ടെ, എനിക്ക് പെൺമക്കളുണ്ട്, അവർ റോഡിൽ കൂടെ പോകുമ്പോൾ തട്ടിയിട്ടിട്ട് പോകും, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന്. ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് വന്ന് നശിക്കാൻ പോകുന്ന നാശത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു വലിയ തലമുറ. പക്ഷേ ഇത് ഉപയോഗിക്കുന്നവർക്കും ഇത് ഉപയോഗിക്കാനായിട്ട് കൊണ്ടെത്തിക്കുന്നവർക്കും ഒരു ചെറുപ്പക്കാരൻ, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചു. അവന് കണ്ടാൽ ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യം ഒക്കെ ഉണ്ട്, അത്രേ, ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, അതിസുന്ദരൻ, വളരെ മിതമായിട്ട് സംസാരിക്കൂ. അവൻ എതിർപക്കത്ത് ഒരു പെൺകുട്ടിയെ, ബസ് സ്റ്റാൻഡിൽ വന്ന ഒരു സുന്ദരിയായ പെൺകുട്ടിയെ പ്രണയിച്ച് കല്യാണം കഴിച്ച് വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വിളിച്ച് ആദ്യ രാത്രിയുടെ 3-ാമത്തെ ദിവസം രാത്രി തട്ടുന്നു, കഥയിൽ ആരുണ്ട് തട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ പോലീസാണ്. അവൻ കിടക്കുന്ന ആദ്യ രാത്രി മണിയുടെ അടിത്തട്ടിൽ നിന്ന്, കെട്ടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിലോ കണക്കിന് കഞ്ചാവ് പൊതിയും ലഹരി വസ്തുക്കളും പിടിച്ചുകൊണ്ട് പോയി. അവൻ പോയിട്ട് എത്രയോ ദിവസമായി. ഈ പെൺകുട്ടി തിരിച്ചു പോകാൻ ഒരു ഗൃഹമില്ലാതെ അവനെയും കാത്തിരിക്കുകയാണ്. ഇതൊരു കാത്തിരിപ്പാണ്. ഇങ്ങനെ ഒരുപാട് കാത്തിരിപ്പുകളുടെ കഥകൾ എൻ്റെ മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നു, എന്നെ വേദനിപ്പിക്കുന്നു. നിങ്ങൾ സ്വയം ദൈവം തന്ന ജീവിതം സ്വയം നശിപ്പിക്കാതിരിക്കൂ, സ്വയം കത്തിച്ചു കളയാതിരിക്കൂ. ഇത് എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ അനുഭവങ്ങളും പാഠങ്ങളുമാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാറ്റത്തിന് തയ്യാറാകാൻ കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, മൃതപ്രാതമായി തീർന്ന മാതാപിതാക്കൾക്ക് വിവാഹം ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് എന്താണോ തനിക്കിഷ്ടം ആ ഇഷ്ടത്തിൽ വഴിതെറ്റി ജീവിക്കുന്ന, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്കുള്ളൊരു താക്കീതാണിത്. നിങ്ങൾ നശിക്കാതിരിക്കൂ. നിങ്ങൾ നശിക്കുമ്പോൾ, ഒരു പെണ്ണ് നശിക്കുമ്പോൾ ഒരു ഗൃഹം നശിക്കും, ഒരു ഗൃഹം നശിക്കുമ്പോൾ ഒരു ദേശം നശിക്കും, ഒരു ദേശം നശിക്കുമ്പോൾ ഒരു രാജ്യം നശിക്കും, രാജ്യം നശിക്കുമ്പോൾ ലോകം നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.